കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൗണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു മത്സരമാണ് നിങ്ങൾ തമ്മിൽ. കാരണം 3 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിൽ 2 ശരിയാക്കണം ഒരു ടീം. എങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ, ഇവിടെ ടാസ്ക് കളിക്കാൻ പറ്റുള്ളൂ. മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള മെഗാ പ്രൈസ് റൗണ്ടിലാണ് സ്കൂട്ടർ അല്ലെങ്കിൽ കാർ കിട്ടുക. ഓക്കെ, ഉത്തരം അറിയാമെങ്കിൽ അപ്പൊ തന്നെ ബസറടിച്ച് ഉത്തരം പറയാം. ശരി, റെഡി അല്ലേ? തുടങ്ങല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1. ഇന്ത്യയിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ലാസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രി അറിയോ? അറിയില്ല. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു ഐഡിയ? ഇല്ല, രക്ഷയില്ല അല്ലെ? ഓഡിയൻസിന്, ഇവർക്ക് 2 പേർക്കും അറിയാൻ സ്ഥിതിക്ക് ഓഡിയൻസിന് ആർക്കും അറിയില്ല. LK അദ്വാനിയാണ് ശരിയായ ഉത്തരം. ഓക്കെ, ശരി. LK അദ്വാനി എന്ന് പറയുന്ന ഉത്തരം ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇനി 2 ചോദ്യമാണ്. ഈ 2 ചോദ്യവും ശരിയായിട്ട് ഏതെങ്കിലും ഒരു ടീം പറഞ്ഞാലേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇത്തവണത്തെ പ്രൈസ് തന്നെ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് പ്രൈസ്. എയർ കണ്ടീഷണറോ അല്ലെ അങ്ങനെയുള്ള വലിയ സമ്മാനങ്ങളാണ് കിട്ടാനുള്ളത്. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ബസറിൽ കൈവച്ചോ, ഉത്തരം അറിയാമെങ്കിൽ പറയാം. ഹിന്ദു പുരാണം അനുസരിച്ച് ലങ്കാദഹന സമയത്ത് ഹനുമാന് നേരെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചത് ആരാണ്? പറയുമേ. വെറുതെ പ്രസിദ്ധമാണ്. പുരാണമൊക്കെ വായിക്കാറുണ്ടോ? അറിയാം. ലങ്കാദഹനം എന്തായിരുന്നാലും നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാണ്. ഹനുമാന്റെ വാല് തീ കൊടുത്തപ്പം ഹനുമാൻ ലങ്ക മുഴുവൻ ദഹിപ്പിച്ചിട്ടാണ് വന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ എതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതാരാണ്? ഈ വ്യക്തിക്ക് 2 പേരുണ്ട്. ഈ വ്യക്തിയുടെ പേരിൽ 2 പേരിൽ നടന്മാരുണ്ട്. മനസ്സിലായോ? ഹിന്ദു പുരാണമൊക്കെ പഠിച്ചിട്ടുണ്ടോ മക്കളെ? പഠിച്ചിട്ടുണ്ട്. ഓഡിയൻസിൽ ചിലർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, രക്ഷയില്ല. അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകുന്നതിൽ പ്രസക്തിയുമില്ല. നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന കേട്ടല്ലോ, എന്നാലും ഉത്തരം പറഞ്ഞോ നിങ്ങള്? ഇതുവരെ നിങ്ങൾ പറയാത്ത ആരോ ഒരാൾ ഉത്തരം പറഞ്ഞായിട്ട് തോന്നി എനിക്ക്. ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തു. രക്ഷയില്ല, ഒരു ഗസ്റ്റ് പോലും ഇല്ല. ഞാനിത് അവസാനിപ്പിക്കട്ടെ? കിട്ടിയ സമ്മാനങ്ങളിൽ ഹാപ്പിയാണോ? ഹാപ്പി അല്ലേ? അപ്പൊ ഇത് അവസാനിപ്പിക്കട്ടെ? പറയൂ, ആ ഉത്തരം പറ. കറക്റ്റാണ്, ഓൾമോസ്റ്റ് എടുത്തെത്തിയിട്ടുണ്ട്. ഭീമൻ. രാവണന്റെ ഭീമനൊന്നും അല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞ ഭീമൻ രഘുന്നാണ്. രാമായണത്തിന് ചോദ്യം ചോദിച്ചവന് ഭീമൻ രഘുവാണെന്ന്. ഭീമൻ രഘു ഞാൻ കേട്ടു. ഈ 2 പേരിൽ ഞാൻ മലയാള സിനിമ നടന്മാരുണ്ടെന്ന് പറഞ്ഞു. ഒരു നടൻ മലയാളത്തിലെ ഹീറോ ആയിട്ട് ഇപ്പോഴും ഗംഭീര പടങ്ങൾ ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ഹീറോസ് ആണ്. ഉത്തരം ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ മേഘനാഥൻ മകൻ. അതാണ് 2 പേരിലും നടന്മാരുണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. എവിടെ അവിടെ ഇരുന്നുകൊണ്ട് മേഘനാഥൻ എന്ന് കാണിച്ച ആള് അവിടെ തന്നെ പറഞ്ഞല്ലേ? എന്തോ പേര്? റിയ. അടിപൊളി. അവിടെ നിന്ന് ആകെ ഒരാൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ കേട്ടത് അവിടെ നിന്നാണ്. ഓക്കെ, അപ്പൊ എന്തായിരുന്നാലും അടിപൊളിയായിട്ട് കളിച്ചു, സൂപ്പറായിട്ട് കളിച്ച്. നിങ്ങൾ 2 പേരും വന്ന് ഇവിടെ ശരിക്കും നിങ്ങളുടെ ഗെയിംസിലാണേലും നിങ്ങൾ ഉത്തരം പറഞ്ഞ രീതിയിലാണേലും എന്തിന് ഇവിടെ വന്ന് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണെങ്കിലും ഒക്കെ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം. അപ്പോ കനാൽ ബോയ്സ്, ലെവിൻ ആൻഡ് അഭിലാഷ് അടിപൊളി. And of course, Meet and Miri, superb. നിങ്ങൾ 2 കൂട്ടരുടെയും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രിട്ടൻസ് ഇല്ലാതെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു വേറൊരു മുഖമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗൈസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പ് ഗൈസ് അതെങ്ങനെയാണെന്ന് പറഞ്ഞേ? ഹലോ ഗൈസ്, നിങ്ങളതിൽ പിന്നെ എങ്ങനെ ഒരു ഗ്രീറ്റിംഗ് ഇല്ലല്ലോ, നേരെ ജീവിതത്തിലോട്ട് കിടക്കുകയല്ലേ. ഓക്കെ, MGM, താങ്ക് യു.